ഹലോ ഗായ്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈവനിങ് റുട്ടീൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വാവയായിട്ടുള്ള ഈവനിങ് റുട്ടീനാണ്. അവൻ്റെ കുറുക്കുണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനജ് മേരി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ വാവയ്ക്ക് കൊടുക്കുന്നത് കണ്ണങ്കായാണ്. കണ്ണങ്കായ കുറുക്കിയതാണ്. അപ്പോൾ കണ്ണങ്കായ ആണെങ്കിൽ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോ കുറുക്കാണ് കേട്ടോ. അപ്പോൾ ആളാണെങ്കിൽ ബഹളം കാരണം ഞാൻ എടുത്തു അവനെ എടുത്തുകൊണ്ടാണ് ഞാൻ കുറുക്കുന്നത്. കണ്ണങ്കയാണെങ്കിൽ ഇന്ന് കൊടുക്കും, നാളെ ആണെങ്കിൽ ചിലപ്പോൾ റാഗിയായിരിക്കും, അല്ലെങ്കിൽ ഏത്തയ്ക്ക പൊടിയായിരിക്കും. അങ്ങനെ ഓരോ ദിവസം മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് നല്ല ക്ഷമ വേണ്ട പരിപാടിയാണ്. കാരണം അവരാണെന്നുണ്ടെങ്കിൽ ചെറുതായതുകൊണ്ട് അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പം എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കും, മുഖത്തും കൈയും കാലിലും ദേഹത്തും ഒക്കെ തേച്ച് പിടിപ്പിക്കും. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമയില്ലെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുവേ. പക്ഷേ ഇവൻ കുഴപ്പമില്ല കേട്ടോ, അവൻ അങ്ങനെ വലുതായിട്ടൊന്നും ആക്കത്തില്ല. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ 9 മണി ആകാറായിട്ടുണ്ട്. 9 മണിക്ക് 5 മിനിറ്റ്. പക്ഷേ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. വെളിച്ചം കണ്ടില്ലേ? രാത്രി 9 മണിയാണ് ഈ കാണുന്നത്. നല്ല വെട്ടമുണ്ടേ. ഇപ്പോഴാണെങ്കിൽ ശരിക്കും പറഞ്ഞ് 5.5 മണിക്കൂറായിരുന്ന സമയം 4.5 മണിക്കൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടുമായിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ 4.5 മണിക്കൂർ പുറകാണ് നമ്മളുള്ളത്. നേരത്തെ കാണിച്ചത് കിച്ചൻ്റെ അവിടുത്തെ ജനലിൽ കൂടെയുള്ള വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ഇങ്ങനെയാണ്. അയർലൻഡിലുള്ള എല്ലാവരും തന്നെ സമ്മർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് കേട്ടോ. സമ്മർ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാറുണ്ട്, പക്ഷേ പെട്ടെന്ന് തന്നെ സമ്മർ തീർന്നു പോകാറുണ്ട് കേട്ടോ. നമ്മൾ സംസാരിച്ചിരുന്ന സമയത്ത് നമ്മുടെ കുറുക്കത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഞാൻ കുറച്ച് നേരത്തെ അവന് കുറുക്ക് കൊടുക്കാറുള്ളതാണ്, പക്ഷേ ഇന്ന് ലേറ്റായി. കാരണം അവൻ പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറുക്ക് ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുടിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. സാധാരണഗതിയിൽ ഒരു 8 മണിക്കുള്ളിൽ തന്നെ രാത്രിയിലത്തെ കുറുക്ക് കൊടുത്ത് തീർക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം ഒരു ചടങ്ങ് തന്നെയാണ്. കാരണം അവരെല്ലാ സാധനമൊന്നും കഴിക്കത്തില്ലല്ലോ, ഭയങ്കര പിക്കി ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ എല്ലാം നോക്കിയും കണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ടത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവരൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ കുറുക്കിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനാണെങ്കിൽ തണുത്ത വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ വാവ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അവനിന്ന് കഴിക്കുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം അവൻ്റെ ആ ഒരു കരച്ചിലിൻ്റെ ടോൺ കേട്ടിട്ട് ഉറക്കം വരുന്നതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവൻ കഴിക്കുന്ന കാര്യം കമ്മിയായിരിക്കും. ഞാനാണെങ്കിൽ കാര്യമായിട്ടൊന്നും രാത്രി കഴിക്കാറില്ല. ഞാനത് കഴിക്കണമെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം എന്തായാലും ഈ ഒരു കുറുക്കൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് അവന് കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. ഇവിടെ നമുക്ക് ഫാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് തണുപ്പിക്കാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴങ്ങനെ തണുത്ത് കിട്ടത്തില്ല, ഒരുപാട് നേരം എടുക്കും തണുക്കാനായിട്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ തണുപ്പ് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കഴിക്കുന്നത് 2 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ വരുന്നത്. അപ്പോൾ ഞാൻ പുഴുങ്ങി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ടെല്ലാം കളഞ്ഞിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് 2ആയിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ മേളിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് അതാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ഡിന്നർ വരുന്നത്. അപ്പോൾ അവന് ഫുഡ് കൊടുത്തിട്ട് വേണം ഞാൻ കഴിക്കാൻ. വാവയുടെ ക്ഷമ കിട്ടുമെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അവനാണെന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കുവാണ് ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ട്. സൗണ്ടിൻ്റെ ടോൺ കേട്ടിട്ട് കഴിക്കുന്ന കാര്യം സംശയമാണ്. ഞാൻ അവൻ്റെ കുട്ടിപ്പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കുറുക്കാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമുക്ക് അവന് കൊടുക്കാം. ഞാൻ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ആണെങ്കിൽ പണ്ട് മമ്മി തന്ന ജാക്കറ്റാണ് കേട്ടോ. ഞാൻ വന്ന സമയത്ത് അയർലൻഡിൽ അത് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ ഈ ജാക്കറ്റാണ് ഇടാറ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടുമ്പോൾ. ഇതേ കുറുക്കെല്ലാം പാത്രത്തിലൂടെ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അവൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്ത് നോക്കാം. എന്താകുമെന്ന് അറിയത്തില്ല, കഴിക്കോ ഇല്ല എന്നുള്ള കാര്യം കണ്ടറിയണം. 3 നേരം ഫുഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ 2 നേരം ആക്കി കുറച്ചു. കാരണം ഒരു ദിവസം ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പഴയതുപോലെ 3 നേരം ആക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ വാവയ്ക്ക് കുറുക്കൊക്കെ കൊടുത്തിട്ട് വന്നു. അവനാണെങ്കിൽ കുറച്ചേ കഴിച്ചുള്ളൂ. ഇപ്പോൾ പല്ല് വന്നിട്ടുണ്ട്, 2 പല്ലുണ്ട് ഇപ്പോൾ അവന്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇറപ്ഷൻ്റെ പെയിൻ ആണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ടും ഡിസ്ട്രസ്ഡ് ആണ് ആൾ. ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കരയും. നമുക്ക് കൺസോൾ ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയത്തില്ലാതെ വരും എന്താ അവൻ കരയുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് ഈ പല്ലിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് തോന്നുന്നു ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഫുഡാണെങ്കിലും കുറച്ചേ കഴിച്ചുള്ളൂ. ഞാൻ കുറുക്ക് കൊടുത്തിട്ടാണെങ്കിലും കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ 8 മാസമായ ദിവസമാണ്. അതായത് അവൻ ജനിച്ചത് ഓഗസ്റ്റ് 9-നാണ്. ഇന്ന് ഏപ്രിൽ 9 ഇന്നേക്ക് 8 മാസമായി ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ സമയം എത്ര പെട്ടെന്നാണ് പോകണമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കണ്ണടച്ച് തുറക്കുമ്പോൾ സമയം പോകുന്നത്. ഞാനാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്നലെ വന്നതുപോലെ തോന്നുക. പക്ഷേ എത്ര പെട്ടെന്ന് 8 മാസം കഴിഞ്ഞതെന്ന് എനിക്കിങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നില്ല.
നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ സമയം ഒത്തിരി സ്പീഡിലാണ് പോണതെന്ന്? അതോ എനിക്ക് മാത്രമാണെന്ന് എനിക്കറിയില്ല. കാരണം ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സമയം ഒരുപാട് സ്പീഡിൽ പോകുന്നുണ്ടെന്ന്. ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണ്ടൊക്കെ നമ്മൾ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഒരുപാട് ടൈം സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്ത് പയ്യെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിലും കണ്ണടച്ച് തുറക്കുമ്പോഴാണ് ഓരോ ദിവസങ്ങളും ഓരോ സെക്കൻഡും കടന്നു പോകുന്നത്. ഞാനാണെങ്കിൽ ക്ലോക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്കായിരിക്കും 5-10 മിനിറ്റൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കോ വേണ്ടിയിട്ട് ഓടിയെത്താൻ വേണ്ടിയിട്ട് സമയം ഭയങ്കര ശീഘ്രം പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ വാവേനെ ഒരു സ്ഥലത്ത് കൊണ്ടൊക്കെ കിടത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആമസോണിൽ നിന്ന് വാങ്ങിയ പ്ലേ പിന്നാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ കൂടുതലും പകൽ സമയങ്ങളിലൊക്കെ അവനെ കിടത്താറ്. കുറച്ച് നേരമൊക്കെ കിടക്കും, ഒരു 5 മിനിറ്റൊക്കെ കിടക്കും. അതിനുശേഷം കരച്ചിലാവും. അവൻ ഇതുവരെ കമന്ന് വീഴുന്നതിന് ശേഷം ഇരുന്നിട്ടില്ല. അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമല്ലോ. സോ അതിനുവേണ്ടി വാങ്ങിച്ചതാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. കുറുക്ക് കഴിച്ചതിന് ശേഷം ഇച്ചിരി നേരം പാൽ കഴിക്കുന്നൊരു സ്വഭാവം അവനുണ്ട്. പക്ഷേ പാൽ കൊടുത്തിട്ട് അവൻ കുടിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ കൊണ്ടുവന്ന് കിടത്താമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആൾ നല്ല ആക്റ്റീവ് മോഡിലാണ് ഉള്ളത്. പ്ലേ പെന്നിൽ അധികം കളിക്കാൻ പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇന്ന് എന്തായാലും കുറച്ച് നേരം കിടന്ന് കളിക്കുന്നുണ്ട്. അവൻ ബോറടിക്കുമ്പോൾ നമുക്ക് എന്തായാലും എടുത്തോണ്ട് റൂമിലോട്ട് പോവാം. അതുവരെ എന്തെങ്കിലും അവിടെ നിന്ന് കളിക്കട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ വാവയാണെങ്കിൽ ബഹളം വെക്കുന്നുണ്ട് ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 9:45 കഴിഞ്ഞു. 10 മണി ആവാറായി. ഇനി 2 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യണം ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട്. 12 മണിയാവും ആൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ എൻ്റെ പ്രയേഴ്സൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോകും. അവനെ ഫീഡൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മുടെ നൈറ്റ് റൂട്ടീൻ പോകുന്നത്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കണ്ട് ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അതൊക്കെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്.